ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല മഴയല്ലേ? നല്ല മഴയൊന്നും പറയാൻ പറ്റില്ല, നാട്ടിലെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ ഇവിടെ 2-3 ദിവസമായിട്ട് ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല ആവോലിരിപ്പുണ്ട്. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. മീനെടുത്തിട്ട് അതിലേക്ക് ഫിഷ് ഫ്രൈ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി അതൊക്കെ ചേർത്ത് നന്നായി പെരക്കി വെച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം. ആ സമയം അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചത് അത് നന്നായിട്ട് വഴറ്റി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. നന്നായിട്ട് വഴറ്റണം. ഇന്ന് ലീവാണ്, സൺഡേ ആട്ടോ. ഇവിടെ നിന്ന് ഞാൻ സൺഡേയിലെ വീഡിയോ ആണ്. ലീവായ കാരണം അങ്ങനെയുള്ള ദിവസമാണ് ചിക്കനും മീനും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കൻ വാങ്ങണോ മീൻ വാങ്ങണോ എന്ന് ഇങ്ങനെ വിചാരിച്ച് ലാസ്റ്റ് മീനാണ് വാങ്ങിച്ചത്. അങ്ങനെ ഉള്ളിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുത്തു. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ പെരട്ടി വെച്ച ഫിഷില്ലേ, അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഉള്ളി വഴണ്ട് വന്നു. അപ്പം അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് പിന്നെ ഉപയോഗിക്കാവേ. എന്നിട്ട് അതേ ഉരുളിയിലിട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. പട്ടയും ഗ്രാമ്പു ഏലക്ക, ഓക്കെ, അത് തന്നെയാണ് ഞാനും ആഡ് ചെയ്തത് കേട്ടോ. അതിലേക്ക് 1.5 തക്കാളി അരിഞ്ഞു വെച്ചതും കൂടി ചേർക്കാം. അതൊന്ന് ചെറുതായി വാടുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ മിക്സിയിലൊന്ന് ചതച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ പൊടി ഇട്ടു. അതിൻ്റെ വീഡിയോ എടുത്തില്ലായേ. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല മാത്രമേ ആഡ് ചെയ്തുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അതും കൂടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയില്ലേ, അതിൻ്റെ പകുതിയിലധികം, ഓക്കെ, പകുതിയിൽ കുറച്ചധികം അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇച്ചിരി കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഫിഷ് ഫ്രൈ ആയി. അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കല്ലേ, മീൻ പൊടിഞ്ഞു പോകും. അപ്പം അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് മസാലയൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഒന്നുകൂടെ അടച്ചു വെച്ചു. കുറച്ച് പുതിനയിലും മല്ലിയിലും കൂടി ചേർത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാം. ഇതിൽ ഞാൻ നീരുള്ളി, ക്യാരറ്റ്, പിന്നെ ഇച്ചിരി കോൺ ഉണ്ടായത് ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ തക്കാളി, പച്ചമുളക്, എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് തൈരും ചേർത്ത് അതും മാറ്റി വെച്ചു. സാലഡ് വീട്ടിലുണ്ടാക്കിയ തൈരാട്ടോ. പിന്നെ ചോറ് വേറെ ഉണ്ടാക്കിയപ്പം അത് ചോറ് സാധാരണ സ്പൈസസും പിന്നെ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയില്ല അതും കൂടെ കുറച്ച് ചേർത്തു. എന്നിട്ട് അതിലേക്ക് 3 ഗ്ലാസ് ഇത് ബസ്മതി റൈസാണേ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ചിട്ട് വെള്ളവും ചേർത്ത് ഒരു വിസിൽ, ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നമുക്ക് ദമ്മിടാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് മസാല ചട്ടിയിൽ ഇരിപ്പുണ്ട്, കുറച്ച് മസാല അതിൽ നിന്ന് മാറ്റി വെച്ചു. എന്നിട്ട് കുറച്ച് മസാലയിലേക്ക് ചോറിട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ ആ ഉള്ളി ഉണ്ടായിരുന്നു വഴറ്റി വെച്ച് അതും കൂടെ ചേർത്തു. പിന്നെയും മീൻ മസാല ചേർത്തു. പിന്നെ ചോറിട്ടു. വീണ്ടും ഇതുപോലെ ഉള്ളിയും മസാലയും പിന്നെ പുതിനയില മല്ലിയിലൊക്കെ ചേർത്തു. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ ഒരു 7 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കണ്ടോ, അടിപൊളിയല്ലേ? നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. പുതിനയിലയുടെയൊക്കെ ആ സ്മെല്ലിങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പം സമയം 2:30 ഫുഡ് കഴിച്ചാലോ. നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാലഡും കൂടെ ചേർത്ത് കഴിച്ചു. താങ്ക് യു. ഹാപ്പി വീക്കെൻഡ്.